പുറലോകത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ ഈ സോണിലൂടെ പങ്കുവയ്ക്കുകയാണ്. കുവൈറ്റ് യുദ്ധം പശ്ചാത്തലമാക്കി പ്രശസ്ത സംവിധായകൻ IV ശശിയും വ്യവസായിയും സംവിധായകനുമായ സോഹൻ റോയും ചേർന്നൊരുക്കുന്ന ചിത്രം ബേണിംഗ് വെൽസ് അണിയറയിൽ ഒരുങ്ങുന്നു. ഈ വർഷം ഡിസംബറിൽ ചിത്രീകരണം ആരംഭിക്കുന്ന സിനിമ 2019 റിലീസ് ചെയ്യുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മലയാളം ഉൾപ്പെടെ 3 ഭാഷകളിൽ നിർമ്മിക്കുന്ന സിനിമ 30 ഭാഷകളിലേക്ക് മൊഴിമാറ്റം നടത്തും. ഇന്ത്യയിലെയും വിദേശത്തെയും പ്രമുഖ അഭിനേതാക്കൾ സിനിമയിൽ അഭിനയിക്കും. സോഹൻ റോയുടെ സിനിമാ സംവിധാന രംഗത്തേക്കുള്ള കടന്നുവരവ് ഡാം 999 എന്ന ഹോളിവുഡ് ചിത്രത്തിലൂടെയായിരുന്നു. നിരവധി മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സിനിമാ പ്രവർത്തകർ ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും പ്രവർത്തിച്ച ചിത്രം കൂടിയായിരുന്നു ഇത്. ജോഷ്വ ഫെഡറിക്, രജത് കപൂർ, വിനയ് റായ്, വിമല രാമൻ, ലിൻഡ അർസീനിയോ, മേഘ ബർമൻ, ജാല പിക്കറിംഗ്, ജിനി ട്രാ തുടങ്ങിയവരായിരുന്നു ചിത്രത്തിൽ മുഖ്യ കഥാപാത്രങ്ങളായി എത്തിയത്. Someone will be coming from the east. Are you crying for me? Or are you crying for your dad? ഇപ്പോൾ ഈ സോൺ ഏറെ സന്തോഷത്തോടും അഭിമാനത്തോടും ഏറെ ചാരിതാർത്ഥ്യത്തോടും കൂടി ഒരു അതിഥിയെ പരിചയപ്പെടുത്തുകയാണ്. ഡാം 999 ശേഷം ബേണിംഗ് വെൽസ് എന്ന സുപ്രധാന പ്രോജക്റ്റുമായി രംഗത്തെത്തുന്ന അതിൻ്റെ അണിയറയിൽ സഹകരിക്കുന്ന സംവിധായകൻ സോഹൻ റോയിയാണ് ഈ സോണിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. ഏറെ അഭിമാനത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ശ്രീ സോഹൻ റോയ് ഈ സോണിലേക്ക്. നമസ്കാരം. പ്രേക്ഷകർ ഏറെ ആവേശത്തോടു കൂടി ഏറ്റെടുത്തു, പ്രത്യേകിച്ച് ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ ഡാം 999 അതേ സംവിധായകനിൽ നിന്നും ഒരു ഡ്രീം പ്രോജക്റ്റ്, ഏവരും കാത്തിരിക്കുന്ന ഒരു പ്രോജക്റ്റ്, അതും കുവൈറ്റ് യുദ്ധത്തെ അടിസ്ഥാനമാക്കി. എത്രത്തോളം പ്രതീക്ഷ നൽകുന്നുണ്ട് അണിയറയിൽ ഒരുങ്ങുന്ന ഈ ചിത്രം? ബേണിംഗ് വെൽസ് എന്ന് പറയുന്നത് എൻ്റെയോ ശ്രീ ശശി സാറിൻ്റെയോ ഒരു പേഴ്സണൽ പ്രോജക്റ്റേ അല്ല. ഇത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ബ്രാൻഡിങ് പ്രോജക്റ്റാണ്. ഇത് ഏതാണ്ട് 70,000 കോടി മുതൽ മുടക്കുള്ള ഒരു പ്രോജക്റ്റ് ഇന്ത്യയുടെ എന്ന് പറയുന്ന ബൃഹത്തായ ഒരു പദ്ധതി. ഇന്ത്യൻ സിനിമയെ 5 വർഷം കൊണ്ട് കംപ്ലീറ്റ് മോഡേണൈസ് ചെയ്ത് ഹോളിവുഡിന് തുല്യമോ അതിനുപരിയോ ആക്കുന്ന ഒരു വലിയ പ്രോജക്റ്റിൻ്റെ ഭാഗമായി നിർമ്മിക്കപ്പെടുന്ന ആദ്യത്തെ പ്രോജക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയുടെ പിന്നിൽ ഇന്ത്യയുടെ എല്ലാ മേഖലകളിൽ നിന്നുള്ള സിനിമയുടെ എല്ലാ മേഖലകളിൽ നിന്നും, അതുപോലെ എല്ലാ ഫിലിം മാർക്കറ്റുകൾ, അതായത് ബോളിവുഡും ടോളിവുഡും സാൻഡൽവുഡിൽ നിന്നും എല്ലാം ഉള്ള റെപ്രസെൻറ്റേറ്റീവ്സ് ഒന്നിച്ച് അണിനിരന്നുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് ഒരു സംവിധായകൻ വേണ്ട എന്ന് തീരുമാനിക്കപ്പെട്ടതും. നമ്മുടെ ശശി സാർ എന്ന് പറയുന്നത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയുടെ സീനിയർ ഡയറക്ടേഴ്സിൻ്റെ എല്ലാം റെപ്രസെൻറ്റേറ്റീവാണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസാണ് ഇന്ന് നിലനിൽക്കുന്ന മിക്കവാറും എല്ലാ മികച്ച സൗത്ത് ഇന്ത്യയിലെ ഡയറക്ടേഴ്സ് മുഴുവൻ. ഇതിലൂടെ ഈ ഒരു പ്രോജക്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഹോളിവുഡുമായി കോമ്പീറ്റ് ചെയ്തുകൊണ്ടൊരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ അത് ടെക്നോളജിക്കലി ഒരു സ്റ്റെപ്പ് എഹെഡായിരിക്കണം. അതുകൊണ്ട് തന്നെ വേൾഡിൽ തന്നെ ആദ്യത്തെ 8K ഫോർമാറ്റിൽ ചെയ്യപ്പെടുന്ന പ്രോജക്റ്റ് ആയിരിക്കണം. 8Kയിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ IMAXലേക്ക് നമുക്കിത് ഡയറക്റ്റ് ക്വാളിറ്റി ലോസ് ഇല്ലാതെ അത് ഫോർമാറ്റ് ചേഞ്ച് ചെയ്ത് നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു സിനിമയിലൂടെ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയുടെ എല്ലാ തലങ്ങളും ഡിസ്ട്രിബ്യൂഷൻ ആസ്പെക്റ്റ് കംപ്ലീറ്റ് മാറ്റി എഴുതുകയാണ്. ഏതാണ്ട് 10,000-ഓളം സ്ക്രീനുകളിൽ ഇത് ഒരേ സമയം റിലീസ് ചെയ്യാനുള്ളൊരു സംവിധാനമാണ്. വേൾഡ് വൈഡ് നെറ്റ്വർക്ക് ഇന്ത്യയുടെ ഫിലിം ഇൻഡസ്ട്രിക്ക് തന്നെ ഉണ്ടാകുന്ന ഒരു പദ്ധതിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പെർസ്പെക്റ്റീവിലും ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആദ്യമായിട്ടൊരു കോ പ്രൊഡക്ഷൻ മോഡലിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനീസിനകത്ത് വരികയാണ്, ഫണ്ട് റൈസേഴ്സ് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇന്നുള്ള രീതിയിൽ ഇൻഡിവിജ്വൽസ് ഫണ്ട് ചെയ്യുന്ന ആ ഒരു ആസ്പെക്റ്റൊക്കെ മാറിയിട്ടുള്ള എല്ലാം തികച്ചും വ്യത്യസ്തമായിട്ട് ഇൻഷുറൻസ് കമ്പനീസ് വന്ന് ഇത് കംപ്ലീറ്റ് ഇൻഷുർ ചെയ്ത് ഈ ഒരു സിനിമ വിജയിക്കുന്നതിലൂടെ, ഈ ഒരു സിനിമ നമ്മൾ കാഴ്ചവെക്കുന്നതിലൂടെ നമ്മൾ പ്രൂവ് ചെയ്യുകയാണ് ഇന്ത്യൻ സിനിമയെ മറ്റൊരു തലത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഒരു ഇൻ്റർനാഷണൽ സബ്ജക്റ്റ് ആയിട്ടുള്ള കുവൈറ്റ് വാർ തന്നെ സെലക്ട് ചെയ്തത്. തീർച്ചയായും ലോക സിനിമാ ചരിത്രത്തിലെ തന്നെ ഒരു നാഴിക കല്ലാകുമെന്ന് നിസ്സംശയം പറയാം. ഡാം 999 പ്രേക്ഷകർ കണ്ടു. സോഹൻ റോയ് എന്ന സംവിധായകൻ്റെ ക്യാൻവാസ് വളരെ വിപുലമാണ്. കണ്ടുപരിചയിച്ച ഫ്രെയിമുകളിൽ നിന്നെല്ലാം, ചിരപരിചിതമായിട്ടുള്ള ഫ്രെയിമുകളിൽ നിന്നെല്ലാം വളരെ വിപുലമാണ് താങ്കളുടെ സിനിമ മേക്കിംഗ്. അത്തരം ആ ഒരു തുടർച്ചയായി ബേണിംഗ് വെൽസ് വരികയാണ്. അപ്പോൾ എത്രത്തോളം പ്രതീക്ഷ നൽകുന്നുണ്ട് പ്രേക്ഷകന്?
ഇത് ഒരുപാട് പ്രതീക്ഷയോടുകൂടി ചെയ്യുന്നതാണ്. കാര്യം എന്നെ സംബന്ധിച്ചോളം ഡാം 999 പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് ആ ഒരു കാലത്ത് ഇന്നിപ്പം വാട്ടർ ഗ്രാഫിക്സ് എന്ന് വെച്ചാൽ കുട്ടികൾക്ക് വരെ വേണമെങ്കിൽ ചെയ്യാവുന്ന ഒരു കാലത്താണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വാട്ടർ ഗ്രാഫിക്സ് ചെയ്യുന്നത്. ആദ്യത്തെ 2D 3D കൺവെർഷൻ, ആദ്യത്തെ 4K സ്കാൻ മൂവി, ഇങ്ങനെയൊക്കെ ഒരുപാട് ആദ്യത്തെ 100% സിങ്ക് സൗണ്ട് മൂവി എന്നൊക്കെ പറഞ്ഞ് ടെക്നോളജിയിൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെങ്കിലും അത് പ്രദർശിപ്പിക്കുവാൻ ഇന്ത്യയിൽ ഒരു തിയേറ്റർ പോലും ഇല്ലാത്തൊരവസ്ഥയിൽ നിന്നാണ് തീരുമാനിച്ചത്. ഇനിയൊരു സിനിമ ചെയ്യുന്നെങ്കിൽ അതായത് ഒരു 3-4 വർഷം എടുത്ത് ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ അത് കാണിക്കുവാനുള്ളൊരു സംവിധാനം വേണം. അത് കംപ്ലീറ്റ് മാറ്റി എഴുതണം. അതിനുവേണ്ടിയാണ് എന്ന് 4Kയിൽ നമുക്കിത് കാണിക്കുവാൻ സാധിക്കും, എന്ന് അറ്റ്മോസ് ഒരു സൗണ്ട് ഫെസിലിറ്റിയിൽ ഇത് കാണിക്കാൻ പറ്റും, അന്ന് മാത്രമേ ഇതുപോലെ സിനിമ ചെയ്തിട്ട് കാര്യമുള്ളൂ. അതിനുവേണ്ടിയാണ് ഞങ്ങളൊരു തിയേറ്റർ റെവല്യൂഷൻ തന്നെ ഇപ്പം ട്രിവാൻഡ്രത്ത് ഏരിയസ് പ്ലെക്സിൽ നിന്ന് തുടങ്ങിയ ഒരു റെവല്യൂഷനാണ്. ബാഹുബലി പോലും ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ചിത്രത്തിന് പോലും ഒരു 4K പ്രിൻ്റേ ഉണ്ടായിരുന്നുള്ളൂ, അതും ഏരിയസ് പ്ലെക്സിന് വേണ്ടിയാണെന്ന് മനസ്സിലാക്കണം. അവിടെയാണ് നമ്മൾ ആയിരക്കണക്കിന് തിയേറ്റേഴ്സിൽ ഈ 4K ക്വാളിറ്റിയിൽ ഈ സിനിമ കാണിക്കാൻ പോകുന്നത്. തീർച്ചയായും ചിത്രത്തിന്റെ പ്രാരംഭ ചർച്ചകൾ നടക്കുന്നേ ഉള്ളൂ എന്നറിയാം. എങ്കിലും ചിത്രത്തിന്റെ അണിയറയിൽ സഹകരിക്കുന്നത് ആരൊക്കെ ആയിരിക്കും എന്നുള്ളൊരു ആകാംക്ഷ പ്രേക്ഷകർക്കുണ്ടാകും. അത്തരം എന്തെങ്കിലും തീരുമാനം? ഇല്ല, ഇതിൻ്റെ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് ഇതിൻ്റെ തിരക്കഥയാണ്. അത് കംപ്ലീറ്റ് കഴിഞ്ഞു. അത് അതിൻ്റെ സ്ക്രിപ്റ്റ് റിലീസും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്നത് അതിൻ്റെ അപ്രൂവൽ പ്രൊസീജിയറാണ്. കാര്യം കുവൈറ്റിനെ സംബന്ധിച്ച് ഇതിനു മുമ്പ് ചെയ്ത സിനിമകളൊക്കെ അവിടെ ബാൻ ചെയ്യപ്പെട്ട സിനിമകളാണ്. അങ്ങനെ ഒരിക്കലും സംഭവിക്കരുത്. കാര്യം കുവൈറ്റിനെ കുറിച്ചൊരു സിനിമ ചെയ്യുമ്പോൾ കുവൈറ്റിൻ്റെ പെർമിഷനാണ് ആദ്യം വേണ്ടത്, അല്ലാതെ നമ്മൾ സിനിമ ചെയ്തിട്ട് അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഇൻഡോ കുവൈറ്റ് പ്രോജക്റ്റ് എന്ന നിലയിൽ ചെയ്യാനായിട്ടുള്ള നടപടികൾ നിൽക്കുന്നുണ്ട്. കാസ്റ്റിംഗ് പാരലായിട്ട് എല്ലാ ഫിലിം ഇൻഡസ്ട്രിയിലെയും ലീഡ് ആക്ടേഴ്സ് വേണം വരാനായിട്ട്. അപ്പം ബോളിവുഡിൽ നിന്ന് മിക്കവാറും വരാൻ സാധ്യതയുള്ളത് അഭിഷേക് ബച്ചനോ ഐശ്വര്യ റായി ഒരു പേർ വരാൻ ചാൻസ് ഉണ്ട്. കാര്യം 2 ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ ബോളിവുഡിന് കൊടുത്തിരിക്കുന്നത്. അവരുമായിട്ടുള്ള ഡിസ്കഷൻ ഇപ്പോൾ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള പാരലായിട്ടുള്ള ഇത്തരം വർക്കുകളെല്ലാം ഇപ്പം ശശി സാറും ഫുള്ളി ഇൻവോൾവ് ആണ്. അദ്ദേഹം ഇപ്പോൾ ഓസ്ട്രേലിയയിലാണെങ്കിൽ തന്നെയും ഇതിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും നടക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ പ്രീ പ്രൊഡക്ഷന് ഒരുപാട് സമയമെടുക്കും. കാര്യം ഇത്രയും വലിയൊരു പ്രോജക്റ്റാണ്. കാര്യം ശരിക്കും ഹോളിവുഡിൽ $250 മില്യൺ ചെയ്യേണ്ട ഒരു പ്രോജക്റ്റിനെയാണ് നമ്മൾ കംപ്രസ് ചെയ്ത് ഇന്ത്യയിൽ നിന്ന് 25 മില്യൺ നമുക്ക് അത്രയും വലിയൊരു മൂവി ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങൾ വേണം. നമ്മൾ സാധാരണ ഒരു ഇന്ത്യൻ സിനിമയോ അല്ലെങ്കിൽ ഒരു മലയാള സിനിമയോ ചെയ്യുന്ന ഫോർമാറ്റിൽ ചെയ്യാൻ പറ്റില്ല. ഒന്നാമത് ഇത് 3 ഭാഷകളിലാണ് ചെയ്യാൻ പോകുന്നത്. ഇത് ഹിന്ദിയിലും അറബിക്കിലും ഇംഗ്ലീഷിലും ശരിക്കും ഡയലോഗോടുകൂടി നമ്മൾ ഷൂട്ട് ചെയ്യുകയാണ്. അതിനു കൂടാതെ 30 ഭാഷകളിൽ ഡബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടിയുള്ള ഒരുപാട് പ്രിപ്പറേഷൻസ് ഉണ്ട്. ഇതിനിടയ്ക്ക് മോഹൻലാൽ ചിത്രവുമായി സഹകരിക്കുമെന്നുള്ളൊരു വാർത്തയും പുറത്തു വന്നിരുന്നു. അതിന് എത്രത്തോളം സ്ഥിരീകരണം? ഇല്ല, കാര്യം ഐ ആം ഫുള്ളി ഫോക്കസ്ഡ്. എൻ്റെ അടുത്ത ഈ ഒരു പ്രോജക്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിന് ഫോക്കസ് ഔട്ട് ആവാൻ സാധിക്കത്തില്ല. ഫുള്ളി ഫോക്കസ്ഡ് ആണ് ഈ ഒരു പ്രോജക്റ്റിനകത്ത്. അതുകൊണ്ട് എനിക്കത് നിരാകരിക്കേണ്ടി വരും. ചിത്രത്തിൻ്റെ പ്രമേയത്തിലേക്ക് വന്നാൽ ലോക ചരിത്രത്തിലെ സുപ്രധാന സംഭവങ്ങളെല്ലാം അഭ്രപാളിയിൽ എത്തിക്കഴിഞ്ഞു. പക്ഷേ ആരും കൈവയ്ക്കാത്തൊരു മേഖല, അതും മലയാളികളെ പ്രവാസികളുമായിട്ടെല്ലാം ഒരുപാട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയുമായും ചെറിയ രീതിയിലെങ്കിലും ബന്ധപ്പെട്ടിരിക്കുന്നു. കുവൈറ്റിൽ നടന്ന സംഭവ വികാസങ്ങൾ എങ്ങനെയാണ് ഈ ഒരു കഥാതന്തുവിലേക്ക് എത്തിയത്? ഇത് ശശി സാറ് എൻ്റെ മനസ്സിൽ സാറ് കുറേ നാളായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു സബ്ജക്റ്റാണിത്. കാര്യം അദ്ദേഹത്തിൻ്റെ തന്നെ വലിയൊരു ആഗ്രഹമാണ് ഇതുപോലെ ഒരു ഇൻ്റർനാഷണൽ പ്രോജക്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ഒരു വിരമിക്കലിലേക്ക് പോകണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വലിയൊരു ആഗ്രഹമാണ്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ യാദൃശ്യമായിട്ട് പരിചയപ്പെടുന്നതും പരസ്പരം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും. അപ്പോൾ അത് ഒരിക്കലും ഒരു മലയാള ക്യാൻവാസിലോ ഹിന്ദി ക്യാൻവാസിലോ നമുക്ക് ഒരുക്കാൻ സാധിക്കത്തില്ല. കാര്യം അത് അത്രയും വിഷ്വൽ ബ്യൂട്ടി വരുന്ന ഒരു രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ തന്നെ മനസ്സിലുള്ളത്. അപ്പോൾ അത്രയും ആ ഫ്രെയിംസ് എല്ലാം അത് ഒരുവിധ കോംപ്രമൈസും ഇല്ലാതെ ഇന്നത്തെ ഉള്ള ടെക്നോളജിക്കൽ പെർഫെക്ഷനോട് കൂടി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് സമയം വേണം, ബഡ്ജറ്റ് വേണം, അതിനൊരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് വേണം. ഇതെല്ലാം കൊണ്ടാണ് ഞങ്ങൾ വളരെ പ്ലാൻ ചെയ്ത് ഇത്ര ഒരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്തത്. ഈവൻ 8Kയിൽ ഇന്ന് ഇന്ത്യയിലല്ല വേൾഡിൽ തന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്യാനുള്ള ഫെസിലിറ്റി ഇല്ല എങ്ങും. അപ്പോൾ അതിനുവേണ്ടി സ്പെഷ്യൽ സ്റ്റുഡിയോ തന്നെ ഇപ്പോൾ സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഗ്രൗണ്ട് വർക്ക് ചെയ്തിട്ട് കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട ഒരു സാധനമാണ്. അതുകൊണ്ട് നമ്മൾ തിരക്ക് ഇടുന്നില്ല, വളരെ കെയർഫുള്ളായിട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. കാര്യം ഈ ഒരു സിനിമ പാളുകയാണെങ്കിൽ അത് നമ്മളുടെ ആ ഒരു ഇൻ്റർനാഷണലി ഇന്ത്യൻ സിനിമയെ മറ്റൊരു തലത്തിൽ കൊണ്ടുപോകുന്ന ആ ഒരു പ്രോജക്റ്റിനെ തന്നെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നതാണ്. അതുകൊണ്ട് വി ആർ വെരി വെരി കെയർഫുൾ. ഏറെ പ്രതീക്ഷ നൽകുന്ന ഘടകം 2 പ്രതിഭകളുടെ സംഗമം. ഡാം 999 ലോക സിനിമയിലെ ഒരു നാഴികക്കല്ല് അടയാളപ്പെടുത്തിയ സോഹൻ റോയ്, ഒപ്പം മലയാളികൾക്ക് ചിരപരിചിതനായ നിരവധി ഹിറ്റ് ചിത്രങ്ങൾ ഒരുക്കിയ IV ശശി. ഈ 2 പ്രതിഭകളുടെ ഒരു സംഗമമാണ്. അതുതന്നെയാണ് ചിത്രത്തിന് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഘടകവും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരുങ്ങുന്ന ചിത്രം എത്രത്തോളം പ്രേക്ഷകന് പ്രതീക്ഷ വയ്ക്കാം? ഇത് തീർച്ചയായിട്ടും എല്ലാ ഇന്ത്യക്കാർക്കും അഭിമാനിക്കാവുന്ന ചരിത്രത്തിൻ്റെ ഭാഗമാകുന്ന ഒരു പ്രോജക്റ്റാണ്.
ഇത് ഒരു പക്ഷേ ഞങ്ങളുടെ ഇപ്പോൾ സിനിമ നമ്മൾ പറയുന്നത് എപ്പോഴും ബാഹുബലിക്ക് മുമ്പും ബാഹുബലിക്ക് ശേഷം എന്ന് പറയുന്നത് പോലെ ഞങ്ങളുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ബേണിംഗ് വെൽസിന് മുമ്പും ബേണിംഗ് വെൽസിന് ശേഷവും ഇന്ത്യൻ സിനിമ എന്ന് പറയുന്ന ഒരു നാഴികക്കല്ലായി മാറേണ്ട ഒരു ചിത്രമെന്നാണ് ഞങ്ങളുടെ എല്ലാം മനസ്സിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ ഏറ്റവും മികച്ച ഇന്ത്യയിലെ ഏറ്റവും മികച്ച ടാലൻസ് എല്ലാം വരുന്നത്. ഇവരാരും ആക്ച്വലി ഇത് ഒരു റെമ്യൂണറേഷൻ ഉദ്ദേശിച്ച് വരുന്നില്ല. എല്ലാവരും പാഷനോടുകൂടി ലൈനപ്പ് ചെയ്തിരിക്കുന്നതാണ്. ഏത് ഫീൽഡിലും എല്ലാവരും ഞങ്ങൾ റെഡിയാണ് എന്ന് പറഞ്ഞാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് സമയമുണ്ട്. നമുക്ക് തിരക്കിട്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച ഒരു ടീമിനെ തന്നെ ഇതിൻ്റെ പിന്നിൽ അണിനിരത്താൻ സാധിക്കും. പ്രത്യേകിച്ച് ശശി സാർ ഉള്ളതുകൊണ്ട് ഇപ്പം ഞാൻ മാത്രം ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ ഒരു തലത്തിലേക്ക് ഇത് പോയി എന്ന് വരത്തില്ല. ശശി സാർ എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു ലെജൻഡ്, അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങൾ മാത്രം വന്നു കഴിഞ്ഞാൽ ഈ സിനിമ എവിടെ എത്തി നിൽക്കുമെന്ന് മനസ്സിലാക്കുക. ഇതിൻ്റെ സ്ക്രിപ്റ്റ് റിലീസ് രാമോജി ഫിലിം സിറ്റിയിൽ വെച്ച് കഴിഞ്ഞ സെപ്റ്റംബറിൽ നടക്കുമ്പോൾ അത് ഞങ്ങൾ നേരിട്ട് അനുഭവിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെല്ലാം വേദിയിലേക്ക് വരികയും അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. ഏതാണ്ട് 80ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള ഡെലിഗേറ്റ്സിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് ഒരുപക്ഷേ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തിരക്കഥാ പ്രകാശനമായിരുന്നു അന്നവിടെ നടന്നത്. തീർച്ചയായും യഥാർത്ഥ സംഭവ വികാസങ്ങളെ ആസ്പദമാക്കി ഒരു സിനിമ തയ്യാറാകുന്നു. അപ്പോൾ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് കെട്ടുറപ്പുള്ള ഒരു തിരക്കഥ തന്നെയാണ്. അതും ഇത്തരം വലിയൊരു ഫ്രെയിമിലൊരുങ്ങുന്ന വലിയൊരു ക്യാൻവാസിലൊരുങ്ങുന്ന ചിത്രം. എത്രത്തോളം വെല്ലുവിളി നിറഞ്ഞതായിരുന്നു ചിത്രത്തിൻ്റെ തിരക്കഥ? തിരക്കഥ എഴുതുമ്പോൾ ഇപ്പോൾ ഞാനിതിൻ്റെ ആദ്യം ഒരു സിനോപ്സിസ് മാത്രമാണ് അത് എഴുതുന്നത്. ഇത് സാറിനെ കാണിച്ച് കഴിഞ്ഞപ്പോഴാണ് സാറ് പറഞ്ഞു എനിക്ക് കുറച്ച് സമയം തരുമെന്ന് പറഞ്ഞിട്ട് ആ ക്യാൻവാസ് അദ്ദേഹം എടുത്ത് വലുതാക്കി. പിന്നീട് എനിക്ക് ഇത് പറഞ്ഞാൽ ഞാൻ അതിശയിച്ചു പോയി. അദ്ദേഹത്തിൽ ഇത്രയും വലിയൊരു എഴുത്തുകാരനുണ്ടെന്ന് അറിയുന്നത് പോലും ഞാൻ അപ്പോഴാണ് ശശി സാർ പറയുന്നത് അദ്ദേഹം ചെയ്ത എല്ലാ സിനിമയുടെയും തിരക്കഥയിൽ അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പുണ്ട്. പക്ഷേ അദ്ദേഹം ഒരിക്കലും എവിടെയും അത് അവകാശപ്പെട്ടിട്ടില്ല. ആ ഒരു ധൈര്യത്തിൽ തന്നെയാണ് ഞാൻ സാറിനോട് പറയുന്നത്, സാറ് ഈ തിരക്കഥ ആയിട്ട് സാറ് തന്നെ ചെയ്യുക. കാര്യം ഇത്രയധികം റിസർച്ച് ചെയ്തേക്കുന്ന സാറാണ്. കംപ്ലീറ്റ്, അതായത് വർഷങ്ങളോളം ഈ ഒരു സിനിമ മനസ്സിൽ കൊണ്ട് ഏതാണ്ട് 3-4 വർഷമായിട്ട് അദ്ദേഹം ഈ ഒരു കഥ മനസ്സിൽ കൊണ്ട് നടന്ന ഒരുപാട് ഈ യുദ്ധവുമായി ഇതിൻ്റെ പരിണിത ഫലങ്ങൾ അനുഭവിച്ച ഒരുപാട് പേരുമായിട്ട് ചർച്ച ചെയ്ത് അവരുടെ എല്ലാ അനുഭവങ്ങളെല്ലാം കോർത്തിണക്കി ഒരുപാട് ബുക്സ് വായിച്ച് ഒരുപാട് വിഷ്വൽസ് കളക്ട് ചെയ്തൊരു സാധനമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഞാൻ ധൈര്യം കൊടുത്തു. അദ്ദേഹം അതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കുകയായിരുന്നു. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ ആദ്യത്തെ തിരക്കഥയായിട്ടാണ് വരാൻ പോകുന്നത്. ഡാം 999 പ്രേക്ഷകർ കണ്ടു. ലോകോത്തര നിലവാരത്തിലുള്ള അല്ലെങ്കിൽ ഹോളിവുഡ് സിനിമകളിൽ വരെ സഹകരിക്കുന്ന ആൾക്കാരായിരുന്നു അതിൽ പ്രതിഭ തെളിയിച്ചത്. ബേണിംഗ് വെൽസിലേക്ക് വരുമ്പോൾ അണിയറയിൽ സഹകരിക്കുന്നത് ആരൊക്കെയായിരിക്കും? ബേണിംഗ് വെൽസിൽ ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു ബ്രാൻഡിങ് പ്രോജക്റ്റാണ്. ഇവിടെ നമ്മൾ ഹോളിവുഡിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ ഇന്ത്യൻ പ്രോജക്റ്റ് അല്ല. നമുക്ക് ഈ ഒരു ചിത്രത്തിലൂടെ പ്രൂവ് ചെയ്യേണ്ടത് കാര്യം ലോകത്തിൻ്റെ 40% വേൾഡ് മാർക്കറ്റ് ഷെയർ, ഈ സിനിമയുടെ മാർക്കറ്റ് ഷെയർ നമ്മുടെ കയ്യിലിരിക്കുമ്പം നമ്മൾ എന്തുകൊണ്ട് ഇപ്പോഴും മറ്റൊരു ഹോളിവുഡിൻ്റെ പിന്നാലെ പോകണം? മറ്റുള്ളവർ നമ്മുടെ പുറകെ വരട്ടെ. അതിനെ നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യണം. ഇന്ത്യയിൽ അതിനു വേണ്ടിയുള്ള ടാലൻസ് ഉണ്ട്. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ ഇത് ഹോളിവുഡിൻ്റെ മുന്നിലേക്ക് നമുക്ക് ഓടി കയറാവുന്നതേ ഉള്ളൂ. അതാണ് ഈ ഒരു ചിത്രത്തിലൂടെ ഞങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചിത്രം ചെയ്യുന്നതിലൂടെ തന്നെ വേൾഡ് ഫിലിം ഇൻഡസ്ട്രിക്ക് തന്നെ ഒരു ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയോടൊരു കോൺഫിഡൻസ് ഉണ്ടാവണം. കാര്യം ഇന്നിപ്പോൾ ഇന്ത്യൻ സിനിമ കാണുന്നത് ഒരു പണം കൊടുത്ത് പോയി ഒരു ഇന്ത്യൻ സിനിമ കാണുന്നത് മിക്കതും ഇന്ത്യക്കാർ തന്നെയാണ്. അങ്ങനെയല്ല, നമ്മളുടെ സിനിമ എക്സ്പോർട്ട് ചെയ്യപ്പെടണം. നമ്മൾ ഹോളിവുഡ് സിനിമ കാണുന്ന പോലെ നമ്മുടെ സിനിമകൾ മറ്റ് നാഷണാലിറ്റീസ് കാണണം. എങ്കിൽ മാത്രമേ ഇന്ത്യൻ എക്കണോമിയിലേക്ക് ഇന്ത്യൻ സിനിമ ഫിനാൻഷ്യലി കോൺട്രിബ്യൂട്ട് ചെയ്യത്തുള്ളൂ. തീർച്ചയായും അവസാനമായി 10,000 സ്ക്രീനുകളിൽ ഒപ്പം 30ഓളം ഭാഷകളിൽ ഒരുങ്ങുന്ന ഒരു വലിയ പ്രോജക്റ്റ് അത് പ്രേക്ഷകരിലേക്ക് എത്തുന്നു. 2019 പ്രേക്ഷകരിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അതിൻ്റെ അണിയറ പ്രവർത്തികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? കാത്തിരിക്കുക. എല്ലാവിധ നിങ്ങളുടെ പ്രാർത്ഥന വേണം, അനുഗ്രഹങ്ങൾ വേണം. കാര്യം ഇത് എൻ്റെയോ ശശി സാറിൻ്റെ പ്രോജക്റ്റില്ല, ഇത് നമ്മളുടെ പ്രോജക്റ്റാണ്, നമ്മളുടെ നാടിൻ്റെ പ്രോജക്റ്റാണ്, ഇന്ത്യൻ സിനിമയുടെ പ്രോജക്റ്റാണ്. തീർച്ചയായും ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. സോഹൻ റോയ് എന്ന പ്രതിഭാധനനായ സംവിധായകനിൽ നിന്നും ഒരു മികച്ച ചിത്രം ബേണിംഗ് വെൽസ് 2019 പ്രേക്ഷകരിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം മലയാളക്കര കണ്ട മികച്ച സംവിധായകൻ IV ശശിയും ഇതിനോടൊപ്പം സഹകരിക്കുന്നു. ഏറെ നന്ദി ശ്രീ സോഹൻ റോയ്. ഈ സോണിൽ അതിഥിയായെത്തിയതിന് താങ്കളുടെ പുതിയ പ്രോജക്റ്റിന് എല്ലാവിധ ഭാവുകങ്ങളും. നന്ദി, നമസ്കാരം.